എടാ നീ തേങ്ങ പറിക്കുന്ന ബിജുവിനെ കണ്ടിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ പറയണേ. തേങ്ങയെല്ലാം വീണ് തീരാനായി. ഞാൻ വിളിച്ചാന്നോ ഫോൺ എടുക്കലച്ചാ. ചേട്ടൻ എങ്ങനെയല്ലേ? ഞാൻ ഇന്നലെ ഓർമ്മ കണ്ടിന്, വൈകുന്നേരം വരാറുണ്ട്. വന്നാ കാണാം. അച്ഛാ ഓണക്കോടിയാണ്. അല്ല നമുക്കൊന്നുമില്ല ഓണക്കോടി. മോള് വന്നതിന് ശേഷം നീ ഓണക്കോടിയും സന്തോഷമല്ലോ. അല്ലെങ്കിൽ അച്ഛനും മക്കൾക്ക് എന്ത് ഓണക്കോടി കേട്ടാ മോളെ. അങ്ങനെ എല്ലാ ഇറച്ചി ഇറത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചാടന്ന്. ഏടത്തിനെ ജോലിക്ക് വിട്ടത് ഏട്ടൻ്റെ നല്ല മനസ്സിലുണ്ടല്ലേ, അതുകൊണ്ട് ഇതെല്ലാം മാറ്റി തരാൻ പറ്റീനി. ഓളെന്തോ കണ്ണൂർ എന്ന സിൻസ് അക്കാദമിയാ. ആടെ എന്തോ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സ് എങ്ങാനുണ്ട്, പഠിച്ചാൽ എന്താ ജോലി കിട്ടുമെന്നെല്ലാം പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. എന്തിനി ഇവിടെ നമ്മൾ പണിക്ക് പോകുന്നില്ലേ? ഓരോ മാന അന്ന് വേണ്ടേ. ഞാൻ പോടെന്ന് പറഞ്ഞു. ഷേ നിങ്ങളെന്ത് പണിയാ എടുത്തേ? ഇനി പോറ് പണിക്ക് പോയിട്ട് ഇടാ. എടാ അതല്ല, ഇതെല്ലാം പോയാലും എത്ര ദിവസം പോവാ? ഇതെല്ലാം ഇപ്പോഴത്തെ ഒരു പുളിപ്പിന് പോകുന്നല്ലേ. കുറച്ച് ദിവസം പോകുമ്പം അങ്ങ് മടുക്കും. അല്ലാണ്ട് ഇതെല്ലാം ജോലി കിട്ടാൻ വേണ്ടി പോകുന്നേങ്ങാനാ. ഇനി അഥവാ ഞാൻ പോണ്ടാന്നെങ്ങാനും പറഞ്ഞെങ്കിൽ എൻ്റെ മോനെ ഈ ജീവിതകാലം മൊത്തം ആ കുറ്റം ഞാൻ കേൾക്കേണ്ടി വരും. എന്നാ കുഴപ്പമില്ല, ജോലിയൊന്നും കിട്ടാണ്ട് മടുക്കുമ്പോൾ അനങ്ങാണ്ട് വീട്ടിലിരുന്നോളൂ.